വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരം ഡിസംബർ 19. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാനായി ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ഗബ്രിയേൽ ദൂതൻ സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ്. ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈബിളിലെ ഈ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ നാളെ നമുക്ക് വിചിന്തനം ചെയ്യുവാനുള്ള സുവിശേഷ ഭാഗം ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത അറിയിക്കുന്നതാണ്. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളും നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏറെക്കുറെ രണ്ടിനും ഒരേ പാറ്റേണാണ്. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു, തൻ്റെ സന്ദേശം അവരെ അറിയിക്കുന്നു. അതിനുശേഷം ഇവർ ഓരോരുത്തരും ആ സന്ദേശത്തിന് റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്? രണ്ടുപേരും ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നത് ഏറെക്കുറെ ഒരേ ചോദ്യം തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? സക്കറിയ പറയുന്നു, ഞാൻ എൻ്റെ പ്രായത്തിൻ്റെ അവസാന കാലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? മറിയത്തിൻ്റെ ചോദ്യവും മറ്റൊന്നല്ല. മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. രണ്ടുപേരും അവരുടെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. എന്നാൽ സക്കറിയയുടെ സംശയത്തിന് ഗബ്രിയേൽ ഏറെക്കുറെ സക്കറിയായോട് ചൂടാവുകയും അവനെ ഊമയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിന് അങ്ങനെയല്ല. ഗബ്രിയേൽ മാലാഖ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ രണ്ടും ഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തോന്നാം, ഗബ്രിയേൽ മാലാഖ അവിടെ പക്ഷപാതമല്ലേ കാണിച്ചത് എന്ന്. എന്നാൽ നമ്മളിത് വളരെ ഡീപ്പായിട്ട് വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, രണ്ടുപേരുടെയും ചോദ്യം ന്യായമായിരുന്നു. പക്ഷേ സക്കറിയയ്ക്ക് അവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ബൈബിളിൽ ഉടനീളം അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലുടനീളം സക്കറിയയ്ക്ക് സംഭവിച്ച ഈ സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളിൽ അത് വായിച്ച് കേൾക്കുന്നുണ്ട്. അബ്രഹാം തൻ്റെ വയസ്സാങ്കാലത്താണ് ഇസഹാക്കിൻ്റെ അപ്പനാകുന്നത്. അതുപോലെ സാംസണും സാമുവേലുമൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ വയസ്സാം കാലത്ത് കിട്ടിയതാണ്. ഈ സംഭവം ഒരു പുരോഹിതനായ സക്കറിയാസ്, വിശുദ്ധ ലിഖിതങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ള സക്കറിയായ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും സക്കറിയ സംശയിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഏറെക്കുറെ ഒരു ശിക്ഷയായി, ഒരു പണിഷ്മെൻ്റായി ഗബ്രിയേൽ ദൂതൻ അല്ലെങ്കിൽ ദൈവം സക്കറിയായെ ഊമയാക്കുന്നത്. എന്നാൽ മറിയത്തിൻ്റെ കേസ് അങ്ങനെയല്ലായിരുന്നു. അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു ഒരു കന്യക ഗർഭം ധരിക്കുന്നത്. പുരുഷനെ അറിയാതെ ഒരു കന്യക ഗർഭം ധരിക്കുക എന്നുള്ളത്, അവിടെയാണ് വ്യത്യാസം. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലും ദൈവം ഒരുപാട് സന്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ദൈവം നമ്മോട് പറയുന്നത് ഒന്നാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. ബൈബിളിലുടനീളം, വിശുദ്ധ ലിഖിതങ്ങളിലുടനീളം, രക്ഷാകര ചരിത്രത്തിലുടനീളം നമ്മളിത് വായിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ദൈവ സാന്നിധ്യം, ദൈവകരം തിരിച്ചറിഞ്ഞ്, അത് ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അതിലൂടെ ദൈവ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്കും നേടിയെടുക്കാം. ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊണ്ട് സംശയം കൂടാതെ അവ അംഗീകരിച്ച് വിശ്വസിച്ച്
ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിലൂടെ ദൈവമഹത്വം നമുക്ക് നേടിയെടുക്കാം. ഈ ദിവസങ്ങൾ നമ്മളെ ഓരോരുത്തരെയും അതിനായി സജ്ജമാക്കട്ടെ. അതിനായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വചനസാരം